നമസ്കാരം. ഞാനിന്ന് കാലത്ത് വളരെ അശ്രീകരത്വമാർന്ന അതീവ മ്ലേച്ഛമായിട്ടുള്ള ഒരു പരിപാടി ന്യൂസ് മലയാളം ചാനലിൽ കണ്ടു. അതിൽ സേതു ലക്ഷ്മി എന്ന ഒരു പെണ്ണ്, അത് തുടക്കത്തിലൊക്കെ എന്നെ അറിയുന്നവർ പോലും പറഞ്ഞു ആ കുട്ടി വളരെ ഡീസൻ്റാണ് കേട്ടോ, തറവാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നവളാണ്, നല്ല രീതിയിൽ വാർത്തകൾ വായിക്കുന്നുണ്ട്, പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇത് പെട്ടെന്ന് മാറി ഇന്ന് കണ്ട കാഴ്ച, കുറച്ച് ദിവസമായിട്ട് കാണുന്ന കാഴ്ചയാണത്. അതായത് നമ്മൾ എൻ്റെ ഈ കുട്ടിക്കാലത്ത് ബോഡീസ് ഇടുക എന്നാണ് പറയുക, ബോഡീസ്. ഇപ്പോൾ നമ്മളതിൻ്റെ ബ്രേസിയർ എന്ന് പറയും, ബ്രേസിയർ. പണ്ട് റൗക്കിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ബോഡീസ് അല്ലെങ്കിൽ ബ്രേസിയർ ഇടുന്നത് ബ്ലൗസ് ഇടുന്നതിന് മുൻപ് ഇടുന്നതാണ്. ബ്രേസിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്ലൗസ് ഇടും. നമ്മളപ്പോൾ ആണുങ്ങൾ ഷെഡ്ഡി ഇട്ട് കഴിഞ്ഞാൽ ഷെഡ്ഡി മാത്രം ഇട്ടിട്ട് എവിടെയും പോകാറില്ലല്ലോ. ഏതോ ഒരു ഇതിൽ നമ്മളുടെ ബീൻസോ മറ്റേ ഏതോ ഒരു ഇതിൽ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വലിയ ടെൻഷനാണ്, ഓഫീസിൽ നിന്ന് വിളി വരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഷെഡ്ഡി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ കോട്ടിട്ടു, 3 പീസ് സൂട്ടിട്ടു, മറ്റേതെല്ലാം കെട്ടി തലയിൽ തൊപ്പിയും വെച്ച് കാറ് ഓടിച്ച് അയാൾ പോയി. പാൻറ് ഇടാൻ മറന്നു. ഇത് കഴിഞ്ഞ് അങ്ങനെ ഒരു കടയിൽ കയറിയപ്പോഴും ആൾക്കാർ നോക്കിയത് വല്ല പുതിയ ഫാഷനാണോ. ഓഫീസിൽ ചെന്നു, അപ്പോഴാണ് എല്ലാവരും കൂട്ടച്ചിരിയായി. നോക്കിയപ്പോൾ ഷെഡ്ഡി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതുപോലെ അറിയാതെ ചെയ്തതൊന്നുമല്ലല്ലോ ഇത്. ബ്രേസിയർ മാത്രം ഇട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഇത് കണ്ട കാഴ്ചയാണ്. ബ്രേസിയർ മാത്രം ഇട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഇത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് സാരിയുണ്ട്. ആ സാരി ആ ബ്രേസിയറിൻ്റെ മുലയുടെ ഭാഗത്തുനിന്ന് മാറ്റി വെച്ചിരിക്കുന്നു. എന്നാ കണ്ടോ റീച്ച് കൂട്ടാനുള്ള മാർഗം. അപ്പോൾ ജനറൽ ന്യൂസ് പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. യുദ്ധം, ഏത് യുദ്ധം. അല്ലെങ്കിൽ ക്രിക്കറ്റ്, എനിക്ക് ക്രിക്കറ്റൊന്നും ഇഷ്ടമല്ല. ഫുട്ബോൾ, അതങ്ങ് രാത്രിയിലല്ലേ. എന്നാൽ ന്യൂസ് കേൾക്കാൻ ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ജൻസി പിള്ളേർ വരുന്നുണ്ട്. ഇന്ന് കാലത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറയാണ്, നാട്ടിൽ നിന്ന് വിളിച്ചു പറയാണ്, സ്വാമി അർജൻറ്റായിട്ട് ആ ന്യൂസ് മലയാളം ചാനൽ വെക്കാൻ. ഞാൻ ന്യൂസ് മലയാളം ചാനൽ വെച്ചു. അതിന് വിളിച്ചു ചോദിച്ചു, എന്തേ ചാനൽ വെച്ചു എന്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും വാർത്തകൾ വായിച്ചിരുന്നോ? ഇനിയിപ്പോൾ അതെൻ്റെ വാർത്തകൾ വായിച്ചു കഴിഞ്ഞ് കേട്ടാ ഞാൻ വെച്ചതെന്ന് വെച്ചാലോ. അതല്ല സ്വാമി, ആ പെണ്ണിന് നോക്കി എൻ്റെ വേഷം നോക്കാൻ പറഞ്ഞു. ഞാനത് നേരത്തെ എൻ്റെ മനസ്സിലുള്ളതാണ്. പക്ഷേ ആൾക്കാർ വിളിച്ചു പറഞ്ഞപ്പോൾ എന്നാൽ ഇത് ഒന്ന് നമ്മുടെ ഒരു ബാധ്യതയാണ്. ഇവളുള്ള വീടിനകത്ത്, ഇവളുടെ കുളിമുറിക്കകത്ത് വേണ്ടി എന്തുകൊണ്ട് ചെയ്തോട്ടെ. എന്തിനറിയേ, നമ്മളുടെ വീട്ടിലേക്ക് അഥവാ തറവാട്ടുള്ള സ്ത്രീകൾ ബാത്റൂമിൽ കയറിയിട്ട് പുറത്തു വരുമ്പോൾ പോലും സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ, വീട്ടുകാരല്ല എവിടെയുള്ളത്, അവരുടെ മുമ്പിൽ പോലും അവർ ബ്രേസിയർ ഇട്ട് ഒന്നിലോ തോർത്തുമുണ്ടോണ്ട് മറച്ച് അങ്ങനെ അവർ പുറത്തേക്ക് വരിക. ഇത് പരസ്യമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നിടത്താണ് ഇവൾ ഈ മുല കാട്ടി അതിൻ്റെ റീച്ച് കൂട്ടുന്ന പരിപാടി നടത്തിയിട്ടുള്ളത്. അതിന് പെലാട്ട് പരിപാടി എന്നല്ലാണ്ട് വേറെ എന്താ പറയുക? ഇതിന് പെലാട്ട് പരിപാടി എന്നല്ലാണ്ട് എന്താ പറയുക? ഇതുപോലെ തന്നെ വിദേശികൾ ചുണ്ട് ചോപ്പിക്കലല്ല അവർ ചെയ്യുന്നത്. അവിടെ നമ്മൾ യൂറോപ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ കടുത്ത തണുപ്പ് സമയത്ത് ചുണ്ട് വിണ്ടു കയറും. അതിനുള്ളൊരു പ്രതിരോധമായിട്ടൊരു മരുന്ന് പറ്റില്ല. പിന്നെ അതിന് കളർ കൊടുത്തു തുടങ്ങിയെന്ന് മാത്രം. ഇവളാരെന്തിനാ ഈ കഴപ്പ്? നല്ല ചുണ്ടല്ലേ ദൈവം കൊടുത്തിട്ടുള്ളത്. ഞാൻ എന്നെ പലപ്പോഴും ഞാൻ പൊക്കി പറയണ്ട, എനിക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഞാൻ എന്തിനാ എന്നെ താഴ്ത്തി പറയുന്നത്? ഇതെൻ്റെ ചുണ്ടുകൾ നോക്കുക, ദൈവം തന്നിട്ടുള്ളതാണിത്. ഇതുമ്മ കരി വെച്ച് തേക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ മെറൂൺ കളർ വെച്ച് തേക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ മുല കാണിച്ച് ന്യൂസ് ചാനലിലെ ആളുകളെ കൂട്ടുന്നത് അത് വളരെ മ്ലേച്ഛമായിട്ടുള്ള പരിപാടി, യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ ആൾക്കാർ ചോദിക്കും, അവൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് അവളുടെ ഇഷ്ടമല്ലേന്ന്. അവളുടെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഏത് തേവിടിച്ചാണെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർ മാന്യം മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിച്ച് നടക്കുക. തേക്കുംകാട്ടിൽ പണ്ട് പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള പെണ്ണുങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഹൈടെക് ആണല്ലോ. ആ സമയത്ത് അവർ പോലും ഡീസൻ്റായിട്ടുള്ള വസ്ത്രം ധരിച്ചു വരാറുള്ളത്. ഇത് വളരെ ഇൻഡീസൻ്റ് ആയിട്ടുള്ള അത് മാത്രമല്ല, മുമ്പ് പറഞ്ഞ പോലെ ഈ ബ്രേസിയറിൻ്റെ
അപ്പുറത്ത് ഇവിടുന്ന് ഈ കക്ഷത്തിലവിടെ മടക്കുകൾ ഇത് മുഴുവൻ വേറായിട്ട് കിടക്കുന്നു. അത് കഴിഞ്ഞ് ഉള്ള സാരി പോലും ഇങ്ങോട്ട് വലിച്ചിട്ടിരിക്കുന്നു. ഈ ഭാഗം കൃത്യമായിട്ട് കണ്ടോളാം എന്നുള്ളത് എനിക്ക് ഒരു അഭിപ്രായമുള്ള ഒരു കാര്യം ചെയ്യും. എന്തിനാ പിന്നെ ഈ ബ്രേസിയർ? എന്തിനാ ഇപ്പം ബ്രേസിയർ? എന്തിനാണ് ഈ ബ്രേസിയർ? എന്തിനാണ് ഈ ബ്രേസിയർ? ഇതിൻ്റെ ന്യൂസ് മലയാളം ചാനലിൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് സിമ്പിളല്ലേ, ആ ബ്രേസിയർ അങ്ങോട്ട് ഉപേക്ഷിക്കുക. മറ്റേ ഹോളിവുഡ് താരങ്ങളുടെ ചില പ്രോഗ്രാംസ് വരുമ്പോൾ, അതുപോലെ തന്നെ ഈ എന്തായാലും പറയുക ക്യാറ്റ് വാക്കിങ്ങൊക്കെ ആയിട്ട് വരുന്ന പെൺകുട്ടികൾ സൗന്ദര്യ മത്സരത്തിൽ ഞാൻ ഒരിക്കൽ കണ്ടത് ഡോളർ എന്ന് പറഞ്ഞാൽ ചെറുതാണല്ലോ, നമ്മുടെ 1 രൂപ നാണയമോ 2 രൂപ നാണയം പോലെയാണല്ലോ. ഇത് കുറച്ചും കൂടിയും വലിപ്പമുള്ള ഒരു ഡോളർ ഈ മുലയുടെ അവിടെ, മുലക്കണ്ണിൻ്റെ അവിടെ, അതുപോലെ മറ്റൊരു ഡോളർ ഈ മുലക്കണ്ണിൻ്റെ അവിടെ. എന്നിട്ട് ഇത് രണ്ടൊരു ചെറിയൊരു കമ്പി കൊണ്ട് കൂട്ടി കൊളത്തിയിട്ടുണ്ട്. അതവിടെ ഉറപ്പിച്ച് വെച്ചിരിക്കുക. അതെങ്ങനെ ഉറപ്പിച്ച് വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ അറാൾഡിറ്റോ അല്ലെങ്കിൽ ഫെവിക്കോളോ വെച്ചാൽ എനിക്കറിയില്ല. അത് വെച്ച് ടക്ക് 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 ക്യാറ്റ് വാക്കിങ് നടത്തി വരുന്നു. അത് അവരുടെ കൾച്ചർ. കാരണം അവരിപ്പോൾ അതില്ലെങ്കിലും അവിടെ ഒന്ന് കാണാനൊന്നുമില്ല വാസ്തവത്തിൽ. ഇതിപ്പോൾ അങ്ങനെ ഞാന്ന് കെടുക്കുകയാണത്. ഒരു ഒരു തള്ളശീട പോലെ ഞാന്ന് കെടുക്കുകയാണത്. ആ ഞാന്ന് കെടുക്കുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നാണം കെട്ട പരിപാടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് പാറപ്പുറത്ത് എന്ന വീട്ടിൽ ഒരു പാറുവമ്മ ഉണ്ടായിരുന്നു. വൈറ്റാട്ടിയാണ് അവർ. വൈറ്റാട്ടി കഴിഞ്ഞാൽ പണ്ട് ഇന്നത്തെ പോലെ ഹോം നേഴ്സോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റോ ഡോക്ടർമാരോ മറ്റേ മുറിച്ച് കുട്ടിയെടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അന്ന് വൈറ്റാട്ടിയാണ്. എവിടെയെങ്കിലും പ്രസവവേദന തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പാറുവമ്മയെ രാത്രി ആളുകൾ ഒന്ന് വിളിച്ചു കൊണ്ടുപോകും. ഇവർ വസ്ത്രധാരണം ഇന്ന് പറഞ്ഞ ഇന്നത്തെ കുട്ടികൾ പറയും സ്വാമി പച്ച നുണയെ പറയണേ. പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ചു നോക്ക്. താറ് മാത്രമേ എടുക്കുള്ളൂ. എന്നിട്ട് അതിൻ്റെ മേലെ ഇവരെവിടെയും പോകുന്നുണ്ടെങ്കിൽ ഇവർ പാമ്പിനെ തല്ലാനൊരു വടി കയ്യിലുണ്ടാവും. അത്ര മാത്രമേ ഉള്ളൂ. പാമ്പിനെ പട്ടിയെ തല്ലൊരു വടി ഉണ്ടാവും. എന്നിട്ട് ആ വരുന്ന ആളുടെ ഒപ്പം ഇവർ യാത്ര തിരിക്കും. ഈ വയറ്റാടി യാത്ര തിരിക്കും. ഇവരുടെയും ഈ പെണ്ണിൻ്റെ പോലെ തൂങ്ങിക്കിടക്കുന്ന മുലകളാണ്, വലിയ മുലകളാണ് ആ സ്ത്രീയുടെ. ഭയങ്കര വായാടിയാണ്. ഞങ്ങളുടെ നാട്ടുകാരെ മൈസൂരേട്ടെന്ന് വിളിക്കുക. എവിടെ എന്ത് പ്രശ്നമുണ്ട്, എന്താ പ്രശ്നം എന്നും പറഞ്ഞ് തൊള്ളത്ത വരും, പപ്പി തള്ള വരും. അവരൊരിക്കൽ അവരുടെ മകളുടെ മകൻ എന്ന് പറയുമ്പോൾ ഇവർക്കത് വല്ല പ്രായമുണ്ട് കേട്ടോ. മകളുടെ മകൻ്റെ കല്യാണത്തിനാണ് അവർ ആദ്യമായിട്ടൊരു ബ്രേസിയർ ഇടുന്നത്. അപ്പോഴും ബ്ലൗസല്ല, ബ്രേസിയർ ഇടുന്നത്. അപ്പോൾ ആൾക്കാർ മുഴുവൻ വന്നിട്ട് പറഞ്ഞു, പാറുമുത്തശ്ശി ഇതാ നല്ലത് കേട്ടോ, പോടാ ഇതിട്ടിട്ടിങ്ങനെ ഞാൻ കിടന്ന് നെരിപിരി കൊള്ളുകയാണ് ഇവിടെ കിടന്നിട്ട്. ഈ കല്യാണം കഴിഞ്ഞോട്ടെ, പിള്ളേർ നിർബന്ധിച്ചുകൊണ്ട് വിടുന്ന കല്യാണം കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ അറബിക്കടലിൽ എറിയും. അല്ല, അറബിക്കടലിൽ എറിയുന്നത് PM ശ്രീ ആണല്ലോ അല്ലേ. ഞാൻ അപ്പുറത്തെ കുപ്പയിൽ കൊണ്ട് എറിയുന്ന അവർ പറഞ്ഞത്. മരിച്ചുപോയി അവർ. പക്ഷേ മരിച്ചുപോയ സമയത്ത് ഞാൻ ഒരു കാര്യം കണ്ടു കേട്ടോ. അന്ന് ഞാൻ നേരിട്ട് കണ്ടില്ല. അവിടേക്ക് ആളുകൾ ഇങ്ങനെ ഇന്നത്തെ രീതിയിലാണ് ഞാൻ സ്ത്രീയുടെ അടുത്തൊരു 10,000 പേരുണ്ടായിരുന്നത്. അവിടെ എല്ലാവർക്കും സുസമ്മതിയായിട്ടുള്ള സ്ത്രീ കൂടി ആയിരുന്നു കേട്ടോ അവർ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആ ഒരു കാലഘട്ടത്തിലെ മുല മറയ്ക്കാത്ത ആ ഒരു പരിപാടി അത് ഈ പെണ്ണ് ഇപ്പോൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഏതെങ്കിലും ആമ്പിള്ളേർക്ക് എന്തെങ്കിലും മറ്റേ കാണണമെങ്കിൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്തുണ്ടല്ലോ വേണ്ടത്ര പോൺ പരിപാടികൾ. അതിനകത്ത് വേണ്ടതാണ് കോടിക്കണക്കിനുണ്ട് പോൺ പരിപാടികൾ. വലുതുണ്ട്, ചെറുതുണ്ട്, കറുത്തതുണ്ട്, വെളുത്തതുണ്ട്, സിനിമാടികളുണ്ട്, നാടകടികളുണ്ട്, എല്ലാം ഉണ്ടല്ലോ. പ്രായം ചെന്നവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്. ഇവളുടെ ഈ തൂങ്ങിക്കിടക്കുന്നത് ഇവൾ കാണിച്ചിട്ട് ഇങ്ങനെ ആളെ കൂട്ടിനറിയാം. ഇനി വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ ന്യൂസ് മലയാളത്തിൻ്റെ മുതലാളിമാർ ഇവളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിക്കട്ടോ. അതല്ലെങ്കിൽ ഇവൾ കാണിക്കുമ്പോൾ അവർ പറയണ്ടേ, അതേ നോക്കൂ ഇത് ന്യൂസ് മലയാളം ചാനലാണ്, കുറച്ചും കൂടി നമ്മൾ അന്തസ് കീപ്പപ്പ് ചെയ്യണം കേട്ടോ, ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ എന്ന് പറയണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ തന്നെ പറഞ്ഞിട്ടാ കുറച്ചുകൂടി കയറ്റി വയ്ക്ക്. അതിനൊരു കാര്യം ചെയ്യും, ബ്രേസിയർ മാത്രം ഇട്ടാൽ മതി. നാളെ ഇതേ മുതലാളിമാർ പറയും, സേതു ബ്രേസിയറിൻ്റെ ആവശ്യമുണ്ടോ? അവൾ അതും ഊരിക്കളയും. സത്യം പറഞ്ഞാൽ ആ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ഞാൻ വിചാരിച്ചല്ല. ഒരു ചാരുത ഉണ്ടായിരുന്നു അവരുടെ മുഖത്തിന്. ഇപ്പം ആ ചാരുത ഒരു പെരാട്ട് ചാരുതയായിട്ട് മാറിയെന്നർത്ഥം. പണ്ടൊക്കെ മുല മറയ്ക്കാൻ പാടില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു.
ആ കാലഘട്ടത്തിലൊക്കെ മറ്റേ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെയും കാലഘട്ടത്തിലൊക്കെ മുല മറച്ച അടിയാണ് അന്ന്. മുല ചെത്തിക്കളയുമെന്ന്. അന്ന് മുല മറയ്ക്കുന്നത് അനാദരവിൻ്റെ ഭാഗമാണ്. പുടവയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടിയിൽ മുണ്ടെടുക്കുന്ന സമയത്ത് മുട്ടിന് മേലെ മുണ്ടെടുക്കണം, താഴെ മുണ്ടെടുക്കാൻ പാടില്ല. അതൊക്കെ നിയമമായിരുന്നു. മുഖത്തിടാൻ പാടില്ല, സ്വർണ്ണമാലയോ അല്ലെങ്കിൽ വെള്ളിയുടെ മാലയോ ഇടാൻ പാടില്ല, കല്ലുമാലയോ ഇടാൻ പാടുള്ളൂ. അതൊക്കെ അന്നത്തെ നിയമമാണ്. അന്ന് ഈ മുലയൊന്നും മറച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ചാന്നാർ ലഹള, അങ്ങനെയുള്ള എന്തെല്ലാം ലഹളകൾ നടന്നു ഒരു കാലഘട്ടത്തിൽ. ഒരു സായിപ്പിൻ്റെ കാലത്ത്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്ന ഒരു സ്ത്രീ മുല മറയ്ക്കാതെ വന്നു. സായിപ്പ് പറഞ്ഞു എന്തിനാ മുല മറയ്ക്കുന്നത് എന്ന് പറഞ്ഞു വന്നപ്പോൾ ആ സ്ത്രീയെ പിന്നീട് കിട്ടിയപ്പോൾ തല്ലി ചരിത്രമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മുല മറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടി. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് 5 വയസ്സുള്ളപ്പോൾ, ഇപ്പോൾ എനിക്ക് 70 വയസ്സാണ് കേട്ടോ, എനിക്ക് 5 വയസ്സുള്ള സമയത്ത് അളകനന്ദ, അന്നും അളകനന്ദ, അന്നും അളകനന്ദയാണ്. എന്തെങ്കിലും അളകനന്ദ കാണുമ്പോൾ ഒറ്റ ചോദ്യം ചോദിക്കും, ഇപ്പോൾ വയസ്സ് എത്രയായി എന്ന്. അളകനന്ദയുടെ മറുപടി ഒന്നിൽ ചിരിയായിരിക്കും, അല്ലെങ്കിൽ അളകനന്ദ പറയും എത്ര തോന്നുന്നു സ്വാമിക്കെന്ന് ചോദിക്കും. അളകനന്ദയ്ക്ക് വയസ്സ് കൂടില്ല, മമ്മൂട്ടിയുടെ പോലെയാണ് അളകനന്ദ. അതുകൊണ്ട് അവരെ ടി വിയിലെ മമ്മൂട്ടി എന്ന് വരെ വിളിക്കുന്നുണ്ട്. ആ അളകനന്ദയുടെ ഡ്രസ്സ് നോക്കൂ. പണ്ടത്തെ മായ ശ്രീകുമാറോ മറ്റോ, മായ എനിക്ക് അത്രയേ അറിയുള്ളൂ, അവരുടെ സിന്ധു സൂര്യകുമാർ, ഇവരൊക്കെയും അവരുടെ വാർത്താ വായനയുടെ ശൗര്യം കൊണ്ടും അതിൻ്റെ മൃദുലത കൊണ്ടുമൊക്കെയാണ് ആളുകളെ വശീകരിക്കുന്നത്. റാണി വർഗീസ് ഉണ്ടായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമാണ് റാണി വർഗീസ്, നമ്മുടെ നികേഷ് കുമാറിൻ്റെ ഭാര്യ. അവരൊക്കെ ശരിക്കും പറയാമെന്ന് വെച്ചാൽ ബാത്റൂമിൽ അവിടുന്ന് നേരിട്ട് സ്റ്റുഡിയോയിൽ വന്ന് ആ മുടിയൊക്കെ കടകട ഇങ്ങനെ കെട്ടിവെച്ച് ഒരലങ്കാരം ഒരു ഡെക്കറേഷനും ഇല്ലാതെ വന്ന് അവർ ഈ വാർത്ത വായിക്കുന്നത് കണ്ടിട്ട് ഞാൻ അവരുടെ മുഖത്ത് നോക്കിയിരുന്നിട്ടുണ്ട്. എൻ്റെ ഒരു പെങ്ങളുടെ പോലെയാണ് കേട്ടോ, അല്ലെങ്കിൽ ചേച്ചിയുടെ പോലെ മുഖത്ത് നോക്കിയിരുന്നുണ്ട്. കാരണം അവർക്കൊന്നും, അവർ വാർത്ത വായിക്കാനാണ് വരുന്നത്, അല്ലാണ്ട് ഈ സാമാനം കാണിക്കാൻ വേണ്ടിയിട്ടല്ല അവർ വരുന്നത്, വാർത്ത വായിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവർ വാർത്ത വായിക്കുമ്പോൾ നമ്മൾ അവരുടെ ചുണ്ടുകളോ കണ്ണുകളോ മറ്റേ സാമാനമോ ഈ സാമാനമോ ഒന്നല്ല നോക്കിയിരിക്കുന്നത്, എന്താ അവരെ വാർത്ത വായിക്കുന്നത്, ഇതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. സിന്ധു സൂര്യകുമാർ വാർത്ത വായിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ കുറച്ച് മിളക് കുറച്ച് കൂടുതലിടും. ഈ തമിഴന്മാരുടെ ഞാനിവിടെ വരുന്ന ഒരു സർവൻ്റ് ഉണ്ട്, അവരെന്നോട് പറയും മുളക് സ്വാമി ഇട്ടാൽ മതി, ഇവിടെ എന്തെങ്കിലും കറിയുണ്ട് മുളക് സ്വാമി ഇട്ടാൽ മതി, കാരണം അവരെ എത്ര ഇട്ടാലും കൂടും. അപ്പോൾ സിന്ധു സൂര്യകുമാർ എന്ത് പറയുമ്പോൾ കുറച്ച് മുളക് കൂടുതലാണ്, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു വരുന്ന അവരൊക്കെ അവരുടെ വാചാലത കൊണ്ട്, വാക്കിൻ്റെ ഡെലിവറി കൊണ്ടാണ് അവർ ആളെ കൂട്ടുന്നത്, അല്ലാതെ അവർ മറ്റേ സാമാനങ്ങൾ കാണിച്ചിട്ടല്ല ആളെ കൂട്ടുന്നത്. അത് അവരമായിട്ട് വേറൊരു മാർഗവുമില്ല, വിദ്യാഭ്യാസമില്ല, ജോലിയില്ല, പിന്നെന്താ മാർഗം ഇത്രയേ ഉള്ളൂ, അങ്ങോട്ട് തുറന്നു കാണിക്കുക, എല്ലാം തുറന്നു കാണിക്കുക. അതിൻ്റെ പേരെന്താ? ഇപ്പോൾ എൻ്റെ ലൈംഗിക തൊഴിലാളി എന്ന പേര്. പണ്ട് അതിന് കുലട എന്ന് പറയും, വേശ്യ എന്ന് പറയും, എന്നിത്യാദി കാര്യങ്ങളൊക്കെയും പറയും. ഇവിടെ ഏത് ഗണത്തിൽപ്പെട്ട നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഇതിന് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. മറ്റേ വേറൊരുത്തിയുണ്ട്, അത് ഏതാ ചാനൽ, 24 അല്ലല്ലോ, റിപ്പോർട്ടർ തന്നെയാണെന്ന് തോന്നുന്നു, റിപ്പോർട്ടർ മരംവെട്ട് ചാനൽ, അതിലൊരുത്തിയുണ്ട്. അവളിതുപോലെ തന്നെ സ്മൃതി, പിന്നെ അതിന് എന്തോരു വീട്ടുപേരുമുണ്ട്. ഇവളാരിപ്പോൾ ചെറുപ്പക്കാരിയാൻ വേണ്ടി അതിനെ കണ്ടാൽ തന്നെ അറിയാം, 52-54 വയസ്സായി. ഇപ്പോൾ അവൾ ചെറുപ്പക്കാരിയാൻ വേണ്ടിയിട്ട് മുടി ഇങ്ങോട്ട് കൊണ്ടിടുക, എന്നിട്ട് ഈ കണ്ണിൻ്റെ മുമ്പിൽ ഒരു തരം പട്ടിയില്ലേ, ആ പട്ടിയുടെ ഈ രോമം വന്ന് കണ്ണും മൂടിക്കെടുക്കും, ആകെ രോമമയമായിട്ട്. എന്നിട്ട് ആ പട്ടിക്ക് കിടന്ന് നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് നടക്കണം. അപ്പോൾ വീട്ടുകാർ വളർത്തുന്ന പട്ടി വെച്ചാൽ അവർ മാസത്തിലൊരിക്കൽ ഇങ്ങനെ കട്ട് ചെയ്യും, ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യും, അത്രയും രോമമാണ്. ഇവൾ കണ്ണ് മറച്ചിട്ടാണ് വരുന്നത്. ഈ രോമത്തിന് വേറൊരു പേരുണ്ട് കേട്ടോ, അത് വെച്ചിട്ട് ഈ പണി കാണിച്ചാൽ ഇതിൻ്റെ മുമ്പിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ചെറുപ്പമാവും. ഇവർക്ക് എന്താണ് ഇവർ വിചാരിച്ചിട്ടുള്ളത്? നമുക്ക് സുന്ദരികളെ കാണണമെങ്കിൽ എത്ര ഹോളിവുഡ് നടികളുണ്ട്, എത്ര ബോളിവുഡ് നടികളുണ്ട്, എത്ര ഞാനിപ്പോൾ ചെന്നൈയിലുള്ളത്. എങ്ങനെ പോയാലും ദിവസം 2 നടികളെങ്കിലും കാറിൽ അങ്ങോട്ട് പോണ കാണാം. ഇവളാരെന്തണിഞ്ഞൊരിയാൽ ഇവിടെ കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ മാതാമൃതാനന്ദമയി, ഞാൻ അവരുടെ പേരിപ്പോൾ പറയാൻ കാരണം അവർ ആധ്യാത്മിക രംഗത്തുള്ളതാണ്. അവർക്കൊരു സൗന്ദര്യമുണ്ട്. അതെങ്ങനെയാണ്? ആധ്യാത്മികതയിലൂടെയുള്ളൊരു സൗന്ദര്യം. യേശുദാസിന് നമുക്ക് ഭയങ്കര സൗന്ദര്യം തോന്നുന്നു. എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ഗാനം കേട്ട് അങ്ങേരുടെ മുഖത്തൊരു സൗന്ദര്യം. സത്യം പറഞ്ഞാൽ മോഹൻലാൽ സുന്ദരനൊന്നുമല്ല.
പക്ഷേ മോഹൻലാലിൻ്റെ അഭിനയത്തിലൂടെ മോഹൻലാലിന് നമ്മൾ സൗന്ദര്യം കാണാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് അവരവരുടെ എന്തിനാ നമ്മൾ ഇങ്ങേരുണ്ടല്ലോ മറ്റേ റൊണാൾഡീഞ്ഞോ അല്ലേ, നല്ല പല്ലൊക്കെ ഉന്തിയിട്ട് റൊണാൾഡീഞ്ഞോ. ആ റൊണാൾഡീഞ്ഞോ കണ്ടിട്ട് അങ്ങനെ എപ്പോഴും ഇങ്ങനെ അവരുടെ കാണിക്കുന്ന കാണാം, ഇങ്ങനെ റോഡ് വരുന്ന സമയത്ത്. അതുപോലത്തെ ചോപ്പ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചിരിക്കണ കാണാം. ചോപ്പ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേരുടെയും നമുക്ക് സൗന്ദര്യമാണ് തോന്നുന്നത് അദ്ദേഹത്തിൽ. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ കളിയിലെ മികവുകൊണ്ട്. റിപ്പോർട്ടർ വായിക്കുന്ന പെണ്ണ് ആ റിപ്പോർട്ടർ വായിക്കുന്നതിലെ ചാരുത കൊണ്ടാണ് അവരുടെ സൗന്ദര്യം കൂട്ടേണ്ടത്, അല്ലാതെ അവിടെ ഇവിടെ തുറന്ന് കാണിച്ചിട്ടല്ല സൗന്ദര്യം കൂട്ടേണ്ടത്. അത് മറ്റേ കേസാണത്. ഏതായാലും ഈ പെണ്ണിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ മോശമായിട്ടുണ്ട്, വളരെ മോശമായിട്ടാണ് വരുന്നത്. ഏതായാലും ജനറൽ ന്യൂസ് ഇഷ്ടമില്ലാത്തവർ പോലും ഇപ്പോൾ ഓടി വരുന്നുണ്ട്. എന്താ, ഇവളെ ന്യൂസ് ആരംഭിച്ചാൽ എല്ലാവരും വിളിച്ചു അടാടാ ദേ ആ സേതു അവിടെ മലയും കാണിച്ചിട്ട് റിപ്പോർട്ട് വായിക്കണ്ട. അതിന് വേണ്ടിയിട്ട് ന്യൂസ് കാണാൻ വരുന്ന ആൾക്കാർ പോലും ഉണ്ട് വാസ്തവത്തിൽ. ഞാനിപ്പം ന്യൂസ് കാലത്ത് തന്നെ കുളിക്കുന്ന സമയത്താണ് ഫോൺ വന്നത്. സ്വാമി ഇതേ റിപ്പോർട്ടർ ചാനൽ നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ തലയെങ്കും തോർത്തി അവിടെയും പിടിക്കുന്നു ഇങ്ങനെ ഓടി വന്ന് റിപ്പോർട്ടർ ചാനൽ നോക്കിയപ്പോൾ അവിടെ എന്തോ ഒരു യുദ്ധത്തിൻ്റെ കാര്യമോ മറ്റോ പറയണം. അപ്പോൾ ഞാൻ അയാൾ വീണ്ടും വിളിച്ചു തുറന്ന് എന്താ പ്രശ്നം സ്വാമി, അവളെ ഒന്ന് നോക്ക്, ആ വായിക്കുന്നവളെ നോക്ക്, അവളുടെ വേഷം നോക്ക്, അത് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്ന്. ഓക്കെ, നമസ്കാരം.